പ്രിയപ്പെട്ട പുരുഷ കേസരികളെ, വീര്യം നശിച്ചുപോയി എന്ന് ഇനി നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. വീരനായ മുട്ടനാടിന്റെ ചോരയിൽ നിന്ന് നീറ്റുവാറ്റി കുറുക്കിയെടുത്ത വീര്യ വിതരണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വീര്യം സേവിച്ച് വീരന്മാരാകും. വീര്യം കൊടുക്കൂ. ഭാര്യമാരെന്ന മതയാനികളെ മെരുക്കിയെടുക്കുന്ന ഒരു തന്ത്രശാലിയായ ആനപ്പാപ്പാനാണ് അഡ്വക്കേറ്റ് ലക്ഷ്മണൻ എന്ന് ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. അച്ചാർ കമ്പനി എന്ന ആനത്തൊട്ടിലിൽ അവറ്റകളെ യഥേഷ്ടം മേയാൻ തുറന്നു വിട്ടിരിക്കുകയാണ്. ഈ മതയാനകളെ ചങ്ങലക്കിടാൻ ഭർത്താക്കന്മാരായ നിങ്ങൾ കേരള പുരുഷ മുന്നണിയുടെ കീഴിൽ സംഘടിച്ചേ മതിയാവും. നിങ്ങൾ ഭർത്താക്കന്മാർ ഒരുമിച്ച് നിന്നാൽ അവരവരുടെ ആനകളെ ചങ്ങലക്കിട്ട് ഈ പ്രഹ്ലാദൻ നിങ്ങൾക്ക് തിരിച്ചു തരും. ഇത് സത്യം. അവന്റെ അച്ചാർ കമ്പനിക്ക് ബദലായി നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഒരു അണ്ടിയാപ്പീസ് തുറന്ന് പ്രവർത്തിപ്പിക്കും. കാല് വരാതെ കാര്യം പറയൂ. എന്തോന്ന് രക്ഷിക്കാൻ? പോലെ എന്റെ ജീവിതം തകരാൻ പോണ്. എന്റെ ഭാര്യ മീനാക്ഷി, അവളെ ലക്ഷ്മണ രേഖ താണ്ടി വക്കീലേ. രായപ്പൻ ധൈര്യമായിരിക്കും. കേരള പുരുഷ മുന്നണി അംഗപ്പുറപ്പാടിന് ഒരുങ്ങി കഴിഞ്ഞു. ഈ പ്രഹ്ലാദൻ ചേകവർ പട നയിക്കുന്ന ഒളിപ്പോരിൽ അവൻ കുരുങ്ങും. കുരുക്കിയിരിക്കും ഈ പ്രഹ്ലാദൻ. പറഞ്ഞ നല്ല ഓർമ്മയുണ്ടല്ലോ. ലക്ഷ്മണൻ പല അടവുകളും പയറ്റും. രാജപ്പൻ പതറിപ്പോകരുത്. എങ്കിലും ഒരു ധൈര്യക്കുറവ്. എടോ, അതിന് വീര്യമുള്ള ഈ മുഖം ഓർമ്മിച്ചാൽ മതി. എങ്കിലും ഉള്ള ധൈര്യം കൂടി പോവും. എന്താ പറഞ്ഞ? എന്റെ പരദൈവങ്ങളെ കാത്തോളൂ. ഇങ്ങനെ പേടിച്ച തന്റെ കെട്ടിയോള് പോക്ക. സാറ് പൊയ്ക്കോ. രാജപ്പന് ധൈര്യം ഞാൻ കൊടുത്തോളാം. അങ്ങനെയെങ്കിലും അല്ല, നല്ല കാര്യം ചെയ്. ഉള്ള ധൈര്യം എല്ലാം സംഭരിച്ചോണ്ട് നേരെ അങ്ങ് വന്നേക്കണം. ചേട്ടാ, ധൈര്യം ഇതിനകത്ത് ഇതിനകത്ത് കേറിങ്ങോട്ട്. ഇത് ധൈര്യം തന്നെ. ഇങ്ങനെ തന്നെ ചേട്ടാ. ഒറിജിനലാ. ഇപ്പൊ ശരിക്കും ധൈര്യം കിട്ടി. കുറച്ചുകൂടാ. ഈ നിൽക്കുന്ന എന്റെ കക്ഷി ഒരു ഉത്തമ ഭാര്യ സ്നേഹിക്ക് ഉദാഹരണമാണ്. മദ്യപാനം മാത്രമായിരുന്നു എന്റെ കക്ഷിയുടെ ഒരേ ഒരു വീക്ക്നെസ്. പക്ഷേ ഇന്ന് ഭാര്യയെക്കാൾ വലുതല്ല ആ വീക്ക്നെസ് എന്ന് എന്റെ കക്ഷി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് എന്റെ കക്ഷി ഭാര്യയെക്കുറിച്ച് പല വീക്കിലുകളിലും എഴുതിയ കവിതകളുടെ കോപ്പികളാണ്. സ്വന്തം ഭാര്യയെക്കുറിച്ച് ഇത്രയും ഹൃദയം പിളർക്കുന്ന ഭാഷയിൽ മറ്റൊരു കവികളും എഴുതിയിട്ടില്ല. ഇത്രയും ഭാര്യ സ്നേഹിയായ എന്റെ കക്ഷിയെ ഇവരിൽ നിന്നും പിരിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പിരിച്ചാൽ ആ പാവം ഏത് ഗംഗാജലത്തിൽ കൊണ്ടുപോയി കഴുകിക്കളഞ്ഞാലും അതിന്റെ കറ മാറില്ല, യുവർ ഓണർ. മൈ ലോർഡ്, എതിർഭാഗം വക്കീൽ പ്രഹ്ലാദന്റെ വാക്കുകൾ കേട്ട് എന്റെ കണ്ണുപോലും നിറഞ്ഞു പോയിരിക്കുകയാണ്. ഇദ്ദേഹം മദ്യപാനം നിർത്തിയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം എന്റെ കക്ഷി സ്വന്തം ഭർത്താവിന്റെ കൂടെ പോകാൻ തയ്യാറാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കർത്താവിന്റെ കുമ്പസാരക്കൂട്ടിൽ നിന്ന് ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ കർത്താവ് തമ്പുരാൻ ക്ഷമിക്കുമെന്ന പോലെ ഈ കൂട്ടിൽ നിന്ന് ഞാൻ തെറ്റുകൾ ഏറ്റുപറയുകയാണ്. എന്റെ ഭാര്യ ഈ നിൽക്കുന്ന എന്റെ ഭാര്യ ഇവൾ ദുഷ്ടയാണ്, വഞ്ചകയാണ്, നാടകയാണ്. ഇവൾ വഞ്ചകയാണ്. ഞാൻ കുടിക്കും, ഇനിയും കുടിക്കും, കുടിച്ചോണ്ടേയിരിക്കും. ഓർഡർ ഓർഡർ ഓർഡറാ? എന്തോന്ന് ഓർഡർ? കൊട്ടുവടിയാ? ഇതിനേക്കാളും വലിയ കൊട്ടുവടി രായപ്പന്റെ വീട്ടിരിപ്പുണ്ട്. കേട്ടാ മേസ്ത്രി? ദൈവം
അങ്ങ് കെട്ടിയെടുക്കണമേ. എന്തിനാ ഉടനെ കാണണമെന്ന് പറഞ്ഞത്? വെറുതെ ഒന്ന് കാണണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. എന്നോട് കള്ളം പറയാൻ ശ്രമിക്കരുത്, ഞാനൊരു വക്കീല. അത് എന്തിനാ വെറുതെ സാറിനോട് അതൊക്കെ? ഒന്നുമില്ല സർ. ആനി ആരാണെന്നോ നാടെവിടെയാണെന്നോ എനിക്കറിയില്ല, പക്ഷേ തൻ്റെ മനസ്സ് അതെനിക്ക് വായിക്കാം. ടെൽ മീ, എന്താ എന്നോട് പറയാനുള്ളത്? സാറിനോട് ഒന്നും മനഃപൂർവ്വം പറയാതിരുന്നതല്ല, അതിനുള്ള അവസരം കിട്ടിയില്ല എന്നതാ സത്യം. എൻ്റെ നാട് അങ്ങ് പാലത്തറയാണ്. ആനി എന്ന പേര് എനിക്കിട്ടത് തന്നെ പാലത്തറ പള്ളിയിലെ ഫാദർ കുര്യാക്കോസ്. ശരിക്ക് പറഞ്ഞ ഞാൻ ഒരു ഓർഫണാണ് സർ. ഉറ്റവരും ഉടയവരും ഉപേക്ഷിച്ചു പോയ അനാഥ. പഠിച്ചതും വളർന്നതും ഒക്കെ പാലത്തറ പള്ളിവക ഓർഫനേജിലായിരുന്നു. പഠനം പൂർത്തിയാക്കി ഇറങ്ങി ഇന്ന് ഈ പൊസിഷനിലാവുന്നത് വരെ ഒരു സ്ത്രീയായി പോയതുകൊണ്ട് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ശക്തി ചോർന്നു പോകുന്നതിനിടയിൽ എവിടെയോ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം വാദിക്കാൻ ഒരാളുണ്ടെന്നുള്ള അറിവ് എത്രമാത്രം ശക്തി തന്നൂന്ന് ഇപ്പൊ പറഞ്ഞ സാറിന് മനസ്സിലാവില്ല. സാറിന് മാത്രമല്ല, ആർക്കും. അങ്ങനെയാണ് അഡ്വക്കേറ്റ് ലക്ഷ്മണൻ എന്ന വ്യക്തിയോട് എനിക്ക് ആരാധന തോന്നി തുടങ്ങിയത്. ഏതൊരു പെണ്ണിനെയും പോലെ എനിക്കും ഒരിക്കൽ വിവാഹം വേണ്ടി വരുമെന്ന് അറിയാമായിരുന്നു. പക്ഷേ സ്ത്രീകളെ ബഹുമാനിക്കുന്ന, അംഗീകരിക്കുന്ന ഒരാളെ മാത്രമേ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അനുവദിക്കുമെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. ഒരിക്കൽ ഗവൺമെന്റ് ലൈബ്രറിയിൽ വെച്ച് ആ പൗരുഷമുള്ള വ്യക്തിത്വത്തെ ഞാൻ കണ്ടു. അലക്സ്. എല്ലാ തരത്തിലും ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ, സാറിൻ്റെ സ്വഭാവമുള്ള മറ്റൊരാൾ. അലക്സിനെ കുറിച്ച് സാറിനോട് സംസാരിക്കണമെന്നും പരിചയപ്പെടുത്തി തരണമെന്നും പല പ്രാവശ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ നടന്നില്ല. ഇതാണോ വലിയ കാര്യം? എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഒരു നിമിഷമെങ്കിലും എന്നെ മനസ്സുകൊണ്ട് വിശ്വസിച്ചിരുന്ന ആളല്ലേ എനിക്ക്. ഞാനുണ്ട്. നിങ്ങളുടെ വിവാഹം ആരെതിർത്താലും ഞാൻ നടത്തിത്തരും. ഇനി അത് നടക്കില്ല. വെറുതെ കരയല്ലേ? എന്തുകൊണ്ട് നടക്കില്ല? അലക്സ്, ഞാൻ കരുതിയ പോലെ ഒരാളായിരുന്നില്ല. അയാൾ എന്നെ ചതിക്കായിരുന്നു. അവൻ ചീത്തയാ. അതൊക്കെ തനിക്ക് വെറുതെ തോന്നുന്ന കാര്യം. എന്തായാലും അലക്സിനെ ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കോളാം. എന്തോന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ? സ്വന്തം ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തിട്ട് എന്നെ കെട്ടിക്കോളാന്ന് പറയുന്നവനോട് എന്ത് പറയാൻ? പക്ഷേ അവന്റെ ഉദ്ദേശം മാത്രം എന്റെ അടുത്ത് നടന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ. മേലിൽ എന്നെ ശല്യം ചെയ്യരുതെന്ന് അലക്സിനെ വിളിച്ച് ഒന്ന് പറഞ്ഞാൽ മതി. ശരി, ഞാൻ ഏറ്റു. അവന്റെ നമ്പർ തരാം. ഹലോ, ഞാൻ അല്പം തിരക്കില്ല, പിന്നെ വിളിക്കാം. പ്ലീസ് ഫോൺ കട്ട് ചെയ്ത് സർ. 1 മിനിറ്റ്. ലക്ഷ്മണ സാർ തിരക്കിലാണെന്ന് എനിക്കറിയാം. ഇത് ഞാനാ, അലക്സ്. ആനി പറഞ്ഞില്ലേ, അതേ അലക്സ്. ഇതവനാ അലക്സ്. താൻ ഒരുപാടങ്ങ് ഷൈൻ ചെയ്യല്ലേ? അതാ അങ്ങോട്ടും സാറിനോട് എനിക്ക് പറയാനുള്ളത്. നീ ഒന്ന് ചിന്തിക്കും മുമ്പ് ഒരു വെളിപ്പാടകല ഞാൻ എത്തിയെങ്കിൽ എന്റെ റേഞ്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. ആനി, അവളെ അങ്ങ് വിട്ടേക്ക്. ലക്ഷ്മണൻ വക്കീലിനെ അലക്സിനെ ഇതുവരെ അറിയില്ല. ചിലതിനെ അറിയാൻ ശ്രമിക്കാതിരിക്കുന്നതാണ് നല്ലത് സാറേ. ഹലോ, അവനെന്നെ ശരിക്കറിയില്ല. 24 മണിക്കൂറിനകം ഈ ഭൂമിയിൽ എവിടെ ഉണ്ടെങ്കിലും പൊക്കിയെടുത്ത് എന്റെ മുന്നിൽ കൊണ്ടിടുന്ന കോളനി പിള്ളേർ എന്നോടൊപ്പം ഉണ്ട്. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഞാൻ ചീത്തയാണെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ആനി, അത്
സർ, ഞാൻ അന്വേഷിച്ചു. വർഗീസ് എന്നൊരാളുടെ പേരിലുള്ളതായി ഈ നമ്പർ. പക്ഷേ ഈ വർഗീസ് മരിച്ചിട്ട് തന്നെ 5-6 വർഷമായി. ഈ അലക്സ് എന്ന വ്യക്തിയെക്കുറിച്ച് വർഗീസിന്റെ കുടുംബക്കാർക്ക് ഒരു അറിവുമില്ല. ഈ നമ്പർ ഫേക്കാണ് സർ. ഹലോ സർ, ഞാൻ അലക്സിന്റെ കയ്യില്. രക്ഷിക്കണം. ആനി, നീ എവിടെ? വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. അറിയില്ല സർ, ഏതോ പഴയ വീടാ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ആനി ഒന്ന് പുറത്തോട്ട് നോക്കൂ. എന്തെങ്കിലും ഒരു അടയാളം? അത് പിന്നെ എയർപോർട്ട് കാണാം. പിന്നെ തൊട്ടടുത്ത് കടലും കാണാം.
സംഭവിച്ചാലും ശരി, അവളെ ഞാൻ കൊണ്ടുപോകും. ഇത് അലക്സാ പറയുന്നത്. എന്നാ കേട്ടോ, നീ കാണുന്ന സ്വപ്നത്തിൽ പോലും ആനി വരില്ല. ലക്ഷ്മണനാ പറയുന്നത്. ലക്ഷ്മണൻ എന്താ ആനിയെ കൂടെ പൊറപ്പിക്കാൻ പോവാ? പൊറപ്പിക്കൂടാ, വെറുതെ അല്ല, താലി കെട്ടി കൂടെ പൊറപ്പിക്കും, അവൾ സമ്മതിക്കുവാണെങ്കിൽ. കട്ട് ചെയ്തു. സാർ എന്താ അവനോട് പറഞ്ഞേ? എന്തിനാ അങ്ങനെ പറയാൻ പോയേ? വെറും വാക്ക് പറഞ്ഞല്ല. ആനി സമ്മതിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ കെട്ടിക്കൊള്ളാം. സാക്ഷികൾ? സാക്ഷികളും ഹാരവും ബൊക്കെയും ഒക്കെ ready. ലഡുവും റെഡി. ദാ, പിടിച്ചോളൂ. ആദ്യം അങ്ങോട്ട് ഇടൂ. ഇനി തിരിച്ചിങ്ങോട്ട്. ഇങ്ങോട്ട്. ദാ, അങ്ങനെ പെണ്ണ് കിട്ടാത്ത ലക്ഷ്മണ സാറും പെണ്ണ് കെട്ടി. എന്റെ കാര്യം മാത്രം കട്ടപ്പോക.